ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മുടെ വീഡിയോ ഒരു കുക്കിംഗ് വ്ളോഗാണ്. ഇതിൽ ഞാൻ കാണിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് ഒരു നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കാനായിട്ടെന്ന്. അപ്പോൾ അതിലേക്ക് ഞാൻ എടുത്തേക്കുന്നത് സോനാ മസൂരി റൈസാണ്. ഒരു 5 ഗ്ലാസ് സോനാ മസൂരി റൈസ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കുക്കറിൽ വെച്ച് വെറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 7 ഗ്ലാസ് വെള്ളം, ഞാനൊരു 7 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. എങ്ങാനും കുറഞ്ഞു പോകുന്നെങ്കിലോ എന്ന് പറഞ്ഞൊരു ധൈര്യത്തിന് വേണ്ടി ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ അധികം എടുത്തിട്ടുണ്ട്. അപ്പോൾ 7 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതിലേക്ക് ഞാൻ മൂപ്പിച്ച് ചേർക്കാൻ വേണ്ടി, വറുത്തിടാൻ വേണ്ടി കുറച്ച് സവാള നൈസായിട്ട് അരിഞ്ഞതുണ്ട്. അപ്പോൾ ഈ സവാള അരിയുമ്പോൾ അതിലേക്ക് തിക്കായിട്ട് വരുന്ന കുറേ സ്ലൈസസ് ആണല്ലോ, അത് മാറ്റി വെച്ചേക്കാം. നമുക്ക് വഴറ്റി ചേർക്കാം. പിന്നെ സ്പൈസസ് ആയിട്ട് ഇതിൽ ചേർക്കുന്നത് നമ്മുടെ ഗ്രാമ്പൂ, പട്ട, ഏലക്ക, കുരുമുളക്, ഈ പറഞ്ഞ സാധനങ്ങൾ എൻ്റെ കയ്യിലുള്ള സ്പൈസസ് എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കാഷ്യൂനട്ടും 2 പച്ചമുളകും, എരിവിന് ആവശ്യത്തിന്, കുഞ്ഞു മക്കൾക്കൊക്കെ ആണെങ്കിൽ 2 പച്ചമുളക് ധാരാളം. പിന്നെ കുറച്ച് ക്യാരറ്റും കൂടി ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വഴറ്റി ചേർക്കുന്നതിൽ നമുക്ക് ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും. പിന്നെ മക്കൾക്കൊക്കെ ഹെൽത്തി ആയിട്ട് ഇതൊക്കെ വയറ്റി ചെല്ലുമല്ലോ. അപ്പോൾ അത്രയാണ് ഐറ്റംസ് എന്ന് പറയുന്നത്. അതിലേക്ക് നമ്മളത് വയ്ക്കാനായിട്ടൊരു കുക്കർ അടുപ്പ് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ചേർത്തേക്കുന്ന ഇത്രയും നെയ്യ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സ്പൈസസ് എല്ലാം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്പൈസസ് എല്ലാം ഇട്ടു. അതിലേക്ക് ആ സ്പൈസസ് ഒന്ന് മണം വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ കാഷ്യൂനട്ടും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുക. കാരണം അതെല്ലാം കൂടെ ഒരുമിച്ച് കിടന്ന് അങ്ങ് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ വെച്ച് വെറ്റിച്ചെടുക്കുന്നുണ്ട്. അതെല്ലാം ഒരുമിച്ച് അങ്ങ് ആയിക്കോളും. അപ്പോൾ വേറെ സമയം കളയേണ്ട, പെട്ടെന്ന് ആയിക്കോളും അത്. അപ്പോൾ ഇതൊന്ന് കളർ മാറി വരുമ്പോൾ പച്ചമുളകും കൂടി അതിൻ്റെ കൂട്ടത്തിലേക്ക് ആഡ് ചെയ്ത് മറ്റേ തിക്കായിട്ടുള്ള പീസസ് ഓണിയൻ ഇല്ലേ, അപ്പോൾ അതെല്ലാം കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഇട്ടിട്ട് അങ്ങ് വഴറ്റിയെടുക്കുക. അതൊന്ന് വഴണ്ടി വരുമ്പോൾ ക്യാരറ്റും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് നെയ്യ് കിടന്ന് വഴണ്ടി ഒരു നല്ല മണം വരും കേട്ടോ. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കഴുകി വാർത്ത് വെച്ചിരിക്കുന്ന അരി ഉണ്ടല്ലോ, അപ്പോൾ അരി ഇതിൻ്റെ കൂട്ടത്തിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ അരി ഇട്ടിട്ട് കുറച്ചൊരു സെക്കൻഡ്സ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നെയ്യിൽ നന്നായിട്ടൊന്ന് പിടിക്കണം. അതിനുശേഷം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുള്ളൂ. ഇത് ഞാൻ ഇങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് കേട്ടോ. അതാണ് എൻ്റെ ഒരു എളുപ്പ വഴിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അരി ഒന്ന് അതിനകത്ത് നെയ്യ് കിടന്ന് പിടിച്ച ശേഷം നമ്മൾ അളന്ന് വെച്ചിരിക്കുന്ന വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഉപ്പൊക്കെ പാകം നോക്കണം കേട്ടോ. ഈ സമയം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മൾ ഉപ്പ് ഇച്ചിരി മുന്നോട്ട് നിന്നാലേ ചോറിന് കിട്ടത്തുള്ളൂ, അപ്പോൾ ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഉപ്പും കൂടി അതിനകത്ത് നോക്കിയിട്ട് ഞാൻ അതിൻ്റെ ഉപ്പൊക്കെ നോക്കി പാകത്തിനാക്കിയിട്ടാണ് നമ്മൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇത് കാരണം ഒന്ന് തിള വരുമ്പോഴത്തേക്കും നമ്മൾ കുക്കറിൻ്റെ അടപ്പ് വയ്ക്കത്തുള്ളൂ. അപ്പോൾ ഒന്ന് തിള വന്ന് വെള്ളവും ചോറും ഒന്ന് ഈക്വൽ ആയി വരുമ്പോഴത്തേക്കും കുക്കറിൻ്റെ അടപ്പിട്ട് വിസിലിട്ട് വെക്കണം. അങ്ങനെ നമ്മുടെ ഇവിടെ ഈ റൈസ് തിള വരുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ട് തിള വന്ന് വെള്ളം ഒന്ന് താഴ്ന്നു തുടങ്ങി. അപ്പോഴത്തേക്കും ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് തട്ടി പൊത്തിയിട്ട് അതിൻ്റെ മണ്ടയിൽ കുക്കറിൻ്റെ അടപ്പ് വെച്ചിട്ട് അതിൻ്റെ കൂടെ തന്നെ വിസിലും വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഇത് നമ്മൾ ഒരു വിസിൽ വന്നിട്ട് പിന്നെ നമ്മൾ ആ പ്രഷർ പോകാനുള്ള ടൈമും കൂടി നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. അത്രയും മതി. ഒരൊറ്റ വിസിലും പ്ലസ് അതിൻ്റെ പ്രഷറും കൂടെ പോകണം. അപ്പോഴത്തേക്കും അത് സെറ്റായി കിട്ടും. ഈ സൈഡിൽ ഞാൻ സവാള വറുത്തെടുക്കാനായിട്ട് വെക്കുകയാണ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് തിന്നായിട്ട് അരിഞ്ഞ സവാള ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം, ബ്രൗൺ കളർ ആവണം. ഇത് ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കും നമ്മൾ ഇച്ചിരി പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറേ നേരം ഇത് ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ ടേസ്റ്റും കാണും. അങ്ങനെ മൂപ്പിച്ച സവാള ഞാനൊരു പ്ലേറ്റിലേക്ക് അങ്ങോട്ട് മാറ്റി വെച്ച ശേഷം കുക്കറിൻ്റെ വിസിൽ വന്നു. ഇനി നമ്മൾ ആ പ്രഷർ പോകുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. പ്രഷറൊക്കെ പോയി കഴിഞ്ഞ് വിസിലിൻ്റെ വെയിറ്റൊക്കെ മാറി നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ എല്ലാം നല്ല കുക്കായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു ഉരുളിയിലേക്ക് അങ്ങ് മാറ്റിയിട്ട് കേട്ടോ. എന്ന് വെച്ചാൽ കുക്കറിലാകുമ്പോൾ ഗാർണിഷ് ചെയ്യാനൊക്കെ പാടല്ലേ, സവാളയൊക്കെ ഇളക്കാൻ. അപ്പോൾ ഞാൻ അത് മാറ്റിയെടുത്ത് ഗാർണിഷ് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് നമ്മുടെ നെച്ചോറങ്ങ് മാറ്റി വെച്ചു. അപ്പോൾ ഞാൻ നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ ടിഫിൻ ബോക്സിലേക്കൊക്കെ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഓഫ് ദിവസങ്ങളിലൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്.